ജനകീയ വികസന പദ്ധതികൾ പ്രാവർത്തികമാക്കുമെന്ന ഉറപ്പോടെയാണ് NDA സ്ഥാനാർത്ഥി ഷർമിത ബാബുരാജ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്നത്. പുതിയ റോഡ് 36-ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയുടെ വികസന സ്വപ്നങ്ങളിലേക്ക് വാക്കുകളിലേക്ക്. 36-ാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ് BJPയുടെ NDA സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. ഇപ്പോൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരും, അതിൽ റോഡ് ഡെവലപ്മെൻറ്റ്, കാന നിർമ്മാണം, അങ്ങനെയെല്ലാം പൊതുവായിട്ട് വരും. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഞങ്ങളുടെ വാർഡിൽ തുടങ്ങുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമായിട്ട് ഞാൻ മുന്നിൽ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സർവീസ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്യാനൊരു പ്ലാനുണ്ട്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ഡെസ്ക്. അപ്പോൾ നമുക്ക് കൂടുതൽ പേരിലേക്ക് നമ്മുടെ ഈ എല്ലാ സർവീസുകളും എത്തുന്ന രീതിയിൽ ഒരു സർവീസ് ഡെസ്ക് തുടങ്ങാനും നമുക്ക് പ്ലാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയോജനങ്ങളെ സംരക്ഷിക്കാനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയിട്ടുള്ള കുറേ പ്ലാനുകളുമുണ്ട്. ആയുഷ്മാൻ കാർഡ് പല ജനങ്ങളും എടുത്തു വച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ ജനങ്ങൾക്കും അതിവിടെ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കേരളത്തിൽ മാത്രം സ്റ്റേജ് 1 ആയിട്ടുള്ളൂ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സ്റ്റേജ് 4 ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണം കൊണ്ടാണ്.